നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. വാർത്തകളിലേക്ക്. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷ നിറവിൽ. സാഹോദര്യത്തിന്റെയും സ്നേഹ സന്ദേശത്തിന്റെയും സന്തോഷത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമുണർത്തുന്ന പുണ്യദിനമാണ് ക്രിസ്തുമസ്. മഞ്ഞുള്ള ഡിസംബറിൽ ലാളിത്യത്തിന്റെ പരമോന്നതാഖ്യാനമായി ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ലോകരക്ഷകനായി ഉണ്ണിയേശു പിറന്നതിന്റെ സ്മരണയിലാണ് ലോകം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. തിരുപ്പിറവിയുടെ സന്ദേശങ്ങൾ പകർന്ന് പള്ളികളിൽ പ്രത്യേക പാതിരാ കുർബാനയും തിരുകർമ്മങ്ങളും നടന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ നടന്ന തിരുപ്പിറവിയുടെ തിരുകർമ്മങ്ങൾക്ക് വികാരി ഡോക്ടർ ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ ജോൺസൺ കാക്കശ്ശേരി, PA സ്റ്റീഫൻ, TK ജോയ്, CT ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. നക്ഷത്രവിളക്കും സാന്റോയും കേക്കും ഒരുക്കി ലോകത്തിനൊപ്പം മലയാളികളും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. ദേവാലയങ്ങളിൽ പാതിരാ കുർബാനകളോടെയാണ് പുണ്യദിനത്തെ വരവേറ്റത്. വിശ്വാസദീപ്തിയിൽ വിണ്ണിലും മണ്ണിലും നക്ഷത്രവെളിച്ചം നിറച്ച് വിശ്വാസികൾ പുണ്യരാവിനെ എതിരേറ്റു. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്നാണ് ലോകമൊന്നാകെ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ആഘോഷത്തിന് വർണ്ണശോഭ നൽകി അലങ്കാര വിളക്കുകളും പുൽക്കൂടുകളും പാട്ടുകളും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്മസ് ആഘോഷം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ചാണ് വിശ്വാസികൾ ക്രിസ്മസിന്റെ സന്ദേശം ഉൾക്കൊള്ളുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. നാടെങ്ങും ക്രിസ്തുമസ് ആഘോഷിച്ചു. ക്രൈസ്തവ സമൂഹം യേശുക്രിസ്തുവിന്റെ ജനനം ഓർമ്മ പുതുക്കിയാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും വിശേഷാൽ ചടങ്ങുകൾ നടന്നു. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ ജനിക്കുമ്പോൾ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഈശോ നടന്നു വരുമ്പോൾ, ഈശോയെ ലോകരക്ഷകനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രന്റെ ജനനത്തിന്റെ ഓർമ്മയ്ക്കായി ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ഒരുക്കി ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിക്കൊണ്ട് കടന്നുവന്ന മാലാഖമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സാന്താക്ലോസുകൾ നാടും നഗരവും കീഴടക്കുന്ന കാഴ്ചകളാണ് എങ്ങും ഉണ്ടായത്. പട്ടാമ്പി സെന്റ് പോൾസ് ചർച്ച് ദേവാലയത്തിലും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. രാത്രി തിരുകർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ബിദുൻ കോമ്പാറ നേതൃത്വം നൽകി. തിരുപ്പിറവിയുടെ സന്തോഷം പ്രഘോഷിച്ചുകൊണ്ട് ഉണ്ണിയേശുവിടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തീയൊഴിച്ചൽ കർമ്മവും ഉണ്ടായിരുന്നു. പരുതൂർ പഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച് നാടപ്പറമ്പ് കാരമ്പത്തൂർ റോഡ് ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ നിർവഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, പഞ്ചായത്ത് മെമ്പർ രജനി ചന്ദ്രൻ, കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിന് നാഥ. ക്രിസ്തീയ ഭക്തിഗാനം ഓർമ്മയിൽ നിന്നെടുത്ത് പാടി VT ബൽറാം. കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിലാണ് മുൻ MLA ഗാനാലാപനം സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോൾ വൈറലാണ്. ഇതോടെ തന്റെ Facebook പോസ്റ്റിലും VT ബൽറാം ഈ വീഡിയോ പങ്കുവച്ചു. കുമരനെല്ലൂരിൽ ഡ്രൈവിംഗ് സ്കൂളിന്റെ 4 വാഹനങ്ങൾ കത്തിനശിച്ചു. അജ്ഞാതർ വാഹനങ്ങൾക്ക് തീയിട്ടതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമ. തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുമരനെല്ലൂർ എഞ്ചിനീയർ റോഡിൽ ഡ്രൈവിംഗ് പരിശീലന ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന 4 പരിശീലന ബൈക്കുകളാണ് ഒരേ സമയം കത്തിനശിച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:45 സംഭവം. കുമ്പിടി സ്വദേശി വിഷ്ണു ആനന്ദിന്റെ ഉടമസ്ഥതയിലുള്ള ഫേമസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനമാണ് കത്തിച്ചത്. ക്രിസ്മസ് അവധിയായതിനാൽ പരിശീലനത്തിന് ഉപയോഗിക്കുന്ന 4 ബൈക്കുകളും മൈതാനത്ത് നിർത്തിയിട്ടതായിരുന്നു. ഇതിനിടെയാണ് ഈ 4 വാഹനങ്ങളിലും തീ പടരുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ഇവർ സംഘം ചേർന്ന് തീയണയ്ക്കുകയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമ വിഷ്ണുവിനെ വിവരമറിയിക്കുകയും ചെയ്തു. വാഹനങ്ങൾക്ക് അജ്ഞാതർ മനഃപൂർവ്വം തീയിട്ടതാണെന്ന് വിഷ്ണു പറഞ്ഞു. 5 വണ്ടിയാണ് ഇതിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടത്, കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അതെന്തായാലും ക്ലിയർ കേസാണ് അത് കത്തിച്ചാന്നുള്ളത്. കാരണം പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പൊന്നുമില്ല. പിന്നെ ഇന്ന് 2 വീലറിൻ്റെ പ്രാക്ടീസ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്നില്ല. ക്രിസ്മസ് ആയിട്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ഇല്ല.
കൂട്ടുപാത ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ തന്നെയാണ്. അവിടെ നമ്മൾ റോഡ് പ്രാക്ടീസ് കാറിൻ്റെ റോഡ് കൊടുത്ത് വരുമ്പോഴാണ് നാട്ടുകാർ വിളിക്കുന്നത്, ഇങ്ങനെ കത്തിയിട്ടുണ്ട്. അവർ തീ അണച്ചതിൻ്റെ ശേഷം ഏകദേശം ആയപ്പോഴാണ് എന്നെ വിളിച്ചറിയിക്കുന്നത്. കത്തിനശിച്ച ബൈക്കുകളുടെ പെട്രോൾ ടാങ്കിന്റെ അടപ്പുകൾ ഊരിമാറ്റിയ നിലയിലായിരുന്നു. പരിശീലന മൈതാനത്ത് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന വാഹനങ്ങളുടെ താക്കോൽ കൈക്കലാക്കിയ ശേഷം ഈ താക്കോൽ ഉപയോഗിച്ച് ടാങ്ക് തുറന്ന് തീ കൊളുത്തുകയായിരുന്നുവെന്നും വിഷ്ണു ആനന്ദ് പറയുന്നു. താക്കോലുകൾ വാഹനത്തിന് സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ തൃത്താല പോലീസ് അന്വേഷണം ആരംഭിച്ചു. 50,000-ലധികം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ പറഞ്ഞു. CCTV ന്യൂസ്, തൃത്താല. ആമയൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വിദ്യാർത്ഥികൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. റെയിൽവേ സ്റ്റേഷനും പരിസരവും ശുചീകരിച്ചും മനോഹരമാക്കിയും പുതിയ മുഖം നൽകാൻ NSS വളണ്ടിയർമാർ. ആമയൂർ MES ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ NSS വളണ്ടിയർമാരാണ് സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി റെയിൽവേ സ്റ്റേഷനും പരിസരവും മനോഹരമാക്കുന്നത്. 50 അംഗ വളണ്ടിയർമാർ പരിസരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കാടുമൂടിക്കെട്ടിയ പരിസരങ്ങൾ വെട്ടിവൃത്തിയാക്കി. പ്ലാറ്റ്ഫോമിലെ ഇരുമ്പ് ബെഞ്ചുകൾ തുരുമ്പ് കളഞ്ഞ് റീപെയിന്റിംഗ് നടത്തുക, റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഗാർഡൻ നിർമ്മിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സ്റ്റേഷൻ സുന്ദരമാക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന പഠന ക്ലാസ്സിൽ റെയിൽവേ സൂപ്രണ്ട് EK ബാബു വിദ്യാർത്ഥികളും സമൂഹവും എന്ന വിഷയത്തിലും MK ബൈജു, VK മുരളീധരൻ, K അഹമ്മദ് അൻവർ, S സ്വാമിനാഥൻ എന്നിവർ സാമൂഹ്യ സേവന വിഷയങ്ങളിലും ക്ലാസ് എടുത്തു. NSS പ്രോഗ്രാം കോർഡിനേറ്റർമാരായ T ദിലീപ്, AP ഷഹല തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പ് 27-ന് സമാപിക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യേശുവിന്റെ തിരുജനന ശുശ്രൂഷകൾ ഭക്തിസാന്ദ്രമായി. സൂത്താറ പ്രാർത്ഥന, പാതിര പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം തീജ്വാല ശുശ്രൂഷയ്ക്കായി വൈദികനും മദ്ബഹ ശുശ്രൂഷകരും വിശ്വാസികളും പ്രദക്ഷിണമായി ചാപ്പലിന് മുന്നിലുള്ള പ്രത്യേക ഒരുക്കിയ തീജ്വാലയ്ക്ക് മുന്നിലെത്തി. വികാരി ഫാദർ ബിജു മോങ്ങാങ്കുന്നൽ പ്രത്യേക പ്രാർത്ഥന നിർവഹിച്ചു. തീജ്വാലയ്ക്ക് തീ കത്തിച്ചു. വികാരി ഫാദർ ബിജു മോങ്ങാങ്കുന്നൽ, ഡീക്കൻ ബേസിൽ തട്ടാറ, മദ്ബഹ ശുശ്രൂഷകർ തുടങ്ങിയവർ പങ്കാളികളായി. തുടർന്ന് മദ്ബഹയിലെ 4 ദിക്കുകളിലേക്കും സ്ലീബ ആഘോഷവും നടത്തി. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയും അർപ്പിച്ചു. പാച്ചോർ നേർച്ചയും സ്നേഹവിരുന്നും ഉണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് തുടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചെറുതുരുത്തി പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. ചെറുതുരുത്തിയിലെ AR10 ഹാളിൽ നടന്ന ചടങ്ങ് പ്രസ് ക്ലബ് പ്രസിഡന്റ് മണി ചെറുതുരുത്തി അംഗങ്ങൾക്ക് കേക്കും ഡയറിയും നൽകി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി K ജയകുമാർ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകരായ PV സമീർ, ഉണ്ണികൃഷ്ണൻ, അബു താഹിർ, സിജി ഗോവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി സൈക്ലിംഗിലൂടെ എന്ന സന്ദേശം ഉയർത്തി കർമ്മ സൈക്ലിംഗ് ക്ലബ്ബ് എടപ്പാളിൽ നിന്ന് കുന്നംകുളം വരെ ക്രിസ്മസ് കരോൾ സൈക്കിൾ റൈഡ് നടത്തി. റൈഡ് എടപ്പാൾ എമിറേറ്റ്സ് മാളിന് മുൻപിൽ ചങ്ങരംകുളം SI പ്രദീപ്, ഡോക്ടർ മുഹമ്മദ് ജാവിദ് എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 50 സൈക്കിൾ റൈഡർമാർ പങ്കെടുത്തു. മധുരം നൽകിക്കൊണ്ട് ക്രിസ്മസ് പാപ്പമാരും സൈക്കിൾ സവാരിയിൽ പങ്കെടുത്തു. വളർന്നുവരുന്ന കുട്ടികളെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന്, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ദുശീലങ്ങളിൽ നിന്നും അകറ്റി 18 വയസ്സിൽ താഴെയുള്ളവർക്ക് വേണ്ടി സൈക്കിൾ പരിശീലനം നൽകുകയാണ് ക്ലബിന്റെ 2025 ഉദ്ദേശ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹികളായ ഷിജിത് ചന്ദ്രൻ ചുങ്കത്ത്, സന്ദേശ് ചേന്നംകുളത്ത്, അജ്മൽ ഹുസൈൻ, റജി മോഹൻ, മൻസൂർ അലി, സന്തോഷ് മേനോൻ എന്നിവർ അറിയിച്ചു. ഇതോടെ നിലവറ വിശേഷങ്ങൾ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.